കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ തുടങ്ങുകയാണ്. വല്ലാത്ത ചെയ്തായി പോയി. ഇനി ഇത് പൊളിക്കാൻ എന്താ പരിപാടി? ഹൃദയകക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീകൾക്ക് സൗജന്യ വിമാനയാത്ര, കപ്പൽ യാത്ര, ട്രെയിൻ യാത്ര, സൂപ്പർ ഫാസ്റ്റ് ബസ് യാത്ര തുടങ്ങിയവയൊക്കെ ആയിരുന്നല്ലോ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് UDF കൊടുത്ത KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയെ പുച്ഛത്തോടെ നോക്കാനേ ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിയുന്നുള്ളൂ. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായ യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം. ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും KSRTC ബസ്സിൽ പോകാമെന്ന് പറഞ്ഞത് പിണറായി വിജയനായിരിക്കും. ദേശീയ പാർട്ടി ഇപ്പൊ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്നത് കൊണ്ട് ഡൽഹിയിൽ പ്രസ്ഥാനത്തിന്റെ ആവശ്യത്തിന് ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകണ്ടേ? ഇവിടെ ഉള്ളവർ തന്നെയല്ലേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ. അങ്ങനെ ഡൽഹിയിലും ബംഗാളിലും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ അടിമകൾക്ക് അവസരം ഒരുക്കി തരാമെന്ന് പിണറായി വിജയൻ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ വല്ലതും പ്രസംഗിച്ചായിരിക്കും. അതിന്റെ ഓർമ്മയിലായിരിക്കും മാസ്റ്റർ ഇങ്ങനെ പുലമ്പുന്നത്. KSRTCക്ക് നാഷണൽ പെർമിറ്റ് ഇല്ല ഗോവിന്ദ. സംസ്ഥാനത്തോടുന്ന KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താൽ സ്ത്രീകൾക്ക് ഇന്ത്യ മുഴുവൻ പോകാമെന്ന് ഗോവിന്ദനല്ലാതെ മറ്റാരെങ്കിലും ധരിക്കുമോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. PD സതീശൻ ഏതായാലും അങ്ങനെ ഇന്ത്യയിലുടനീളം സൗജന്യ യാത്ര എന്ന് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കാർക്കും അറിവില്ല. പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. 1000 അല്ല, 3125 ബസ്സുകളിൽ ദൂരവും പ്രായവും ഒന്നും ബാധകമല്ല. സത്യം പറഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ നടത്തിക്കൂട്ടുവെന്ന് ഗോവിന്ദന് ഒരു ചിന്തയുമില്ലായിരുന്നു. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. അല്ല മാസ്റ്ററെ, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലേ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റിയ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വനിതകളെല്ലാം, അതായത് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള വനിതകളെല്ലാം ഈ സൗജന്യ യാത്ര അങ്ങ് ബഹിഷ്കരിച്ചേക്കണം. നമുക്കിത് ആവശ്യമില്ല എന്നങ്ങ് ഉറക്കെ പ്രഖ്യാപിച്ചേക്കണം. എന്തു പറയുന്നു? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? നമുക്ക് അപമാനമല്ലേ അഭിമാനമല്ലേ മാസ്റ്ററെ വലുത്? അത് വിട്ട് നമ്മൾ കളിക്കാറില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര വനിതാ സമ്മേളനം വിളിച്ചുകൂട്ടി അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു അടിയന്തര സർക്കുലർ അങ്ങോട്ട് ഇറക്കുക. ഇടതുപക്ഷക്കാരെല്ലാം ടിക്കറ്റ് എടുത്തു മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന് ആഹ്വാനം ചെയ്ത് ഈ പരിപാടിയെ നമുക്ക് പൊളിക്കണം സഖാവേ. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവേ ഉള്ളൂ. ഇവിടെ മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകളൊന്നും ഇല്ലേ? കഴിഞ്ഞ 10 കൊല്ലങ്ങൾ ഏത് കഴിവുകെട്ടവന്മാരാ സഖാവെ നമ്മുടെ നാട് ഭരിച്ചത്? മലബാറിൽ അപൂർവമായിട്ടേ ഓർഡിനറി ബസ്സുകൾ ഉള്ളൂ എന്നുള്ള കാര്യം അവന്മാരുടെ മുഖത്ത് നോക്കി ചെന്നൊന്ന് പറഞ്ഞേ. മലബാറിനെ അവഗണിച്ചുകൊണ്ട് 10 വർഷം ഭരിച്ചേക്കുന്നു. ഏതാ സഖാവെ ആ പാർട്ടി? ഒരു നാടിനെ മുഴുവൻ കാലങ്ങളായിട്ട് പറ്റിച്ചിട്ട് അതേ നാട്ടുകാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെ ഒരുമാതിരി ചെറ്റവർത്താനം പറയരുത് കേട്ടോ. കഴിഞ്ഞ 10 കൊല്ലത്തെ കയ്യിലിരിപ്പെല്ലാം അങ്ങ് മുക്കിയിട്ട് 1 മാസം മുമ്പ് കയറിയ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനേക്കാൾ ഭേദം വേറെ വല്ല പണിയും ചെയ്യുന്നതല്ലേ? അല്ല, ഒരു കണക്കിന് ഈ ചെയ്യുന്ന പണിയേക്കാൾ അധപ്പതിച്ച പണി വേറെ ഇന്ത്യയിൽ കിട്ടാനില്ല. കമ്മ്യൂണിസം പെട്ടെന്ന് തൊലയേണ്ടത് കൊണ്ട് നിങ്ങൾ തന്നെ ഈ സ്ഥാനത്തിരുന്ന് ദിവസവും മാധ്യമങ്ങളെ കാണണം. പക്ഷെ എനിക്കൊരു സംശയം, ഞാൻ എന്തിനാ ജനിച്ചെന്ന് ഇതിനൊക്കെ തന്നെ തോൽവി വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് പല ജില്ലകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു അഭിപ്രായവും അത് തന്നെ ആയിരുന്നല്ലോ. ഗോവിന്ദൻ മാസ്റ്റർ ഓരോ തവണ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴും 50 100 വോട്ടുകൾ വീതം കുറഞ്ഞുകൊണ്ടിരുന്നു എന്ന്. ആ വാസ്തവത്തെ നമുക്ക് മുന്നോട്ട് ഉറപ്പിക്കണം മാസ്റ്ററെ. തൊട്ടതെല്ലാം പിഴച്ചിട്ടും ഗോവിന്ദന് മൊത്തത്തിലങ്ങ് പരിഹാസമാണ്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. ആളുകളെ തട്ടിക്കുകയും പറ്റിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തത് ആരാണ് എന്നത് ഇവിടെ ഒരു തർക്ക വിഷയമേ അല്ല. അത് പകല് പോലെ എല്ലാവർക്കും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ്. കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. നിങ്ങളെ കൊണ്ട് അന്തരീക്ഷത്തിൽ കേരളയിലുണ്ടാക്കി അതിൽ നടന്ന അപ്പക്കച്ചവടം ചെയ്യാനല്ലേ കഴിഞ്ഞുള്ളൂ? അല്ലേ? ആകാശ ട്രെയിൻ ഓടിക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ? 39 ട്രെയിൻ മേൽപോട്ടും 39 ട്രെയിൻ കീഴ്പോട്ടും. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്.
കഴിവുള്ളവർ കയറി പറഞ്ഞ വാക്ക് പാലിച്ച് അവർ കാര്യങ്ങൾ നടത്തുന്നു. അതിനിങ്ങനെ കൂടെ കൂടെ വയറിളക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സൗജന്യമായിട്ട് അപ്പം കൊണ്ടുപോകാൻ ഒരു വഴി ഒരുങ്ങിയില്ലേ? അന്നേരം മാറി നിന്ന് കുറ്റം പറയാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങു സഖാവേ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അല്ലേ, ടൂറിസം പോലെ ഉപയോഗിക്കാൻ ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാ പറഞ്ഞു വന്നത്? എന്തൊക്കെയോ പറഞ്ഞെന്നോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കേരളയിൽ മാത്രമല്ല, 2500 പെൻഷൻ, കെ ഫോൺ, വൈഫൈ, മലപ്പുറം കത്തി, അമ്പും വില്ലും എല്ലാം സൗജന്യം സൗജന്യം സൗജന്യം. അവസാനം ഭവനായി ശവമായിട്ടും വായ്ത്താളത്തിന് മാത്രം കുറവില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും യാഷ്ട്രേ, സർക്കാരിന്റെ സൗജന്യ യാത്രയ്ക്ക് ബദലായിട്ട് നിങ്ങളുടെ പാർട്ടി മുൻകൈ എടുത്ത് കുറച്ച് ബസ് സർവീസുകൾ അങ്ങ് തുടങ്ങുക. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒതുക്കണ്ട, പുരുഷന്മാർക്കും ഫ്രീ. എപ്പടി പറഞ്ഞു കൊടുക്കണേ. എന്തായാലും സ്ത്രീകൾ സൗജന്യ യാത്രയ്ക്ക് തുടങ്ങുകയാണ്. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം. ഒരു കണക്കിന് നോക്കിയാൽ ഇങ്ങേരുടെയൊക്കെ അഭിപ്രായം ഓരോ കാര്യത്തിൽ ഇങ്ങനെ ചോദിക്കാൻ ചെല്ലുന്നത് എന്തിനാണെന്നാ മനസ്സിലാകാത്തത്. വാക്കിന് വില എന്നൊരു സാധനം അറിയാത്ത ആളുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാക്കെടുത്താലും നുണയെ പറയുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് സമനില തെറ്റിയതുപോലെയാണ് കാര്യങ്ങൾ പുലമ്പുന്നത് എന്ന് നമുക്കറിയാത്ത കാര്യമല്ല. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. മീഡിയക്കാര് മൈക്കുകളുമായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങേറെ ഒരു വിചാരമുണ്ട്, ഇങ്ങനെ ഏതോ കൊമ്പത്തിരിക്കുന്ന ആളാണ്, ഇങ്ങനെ ഇരിക്കുന്ന പദവിക്ക് എന്തോ വലിയ ഗമയുണ്ട് എന്നൊക്കെ. കുറെ നാൾ ആരും ഒന്നും ചോദിക്കാൻ ചെല്ലാതിരിക്കുമ്പോ സ്വയം അങ്ങ് ഒതുങ്ങിക്കോളും. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. ഞങ്ങളതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി. മിസ്റ്റർ മ്യാസ്റ്റർ, നിങ്ങൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഇംഗ്ലീഷ് സിനിമയുടെ പേരല്ല പറഞ്ഞത്. ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദിവസവും ജോലി ആവശ്യങ്ങൾക്കായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ദൂരം യാത്ര ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരുടെ മാസശമ്പളത്തിൽ നിന്ന് നല്ലൊരു തുക ബസ് കൂലിക്കായിട്ട് അവർക്ക് മാറ്റി വെക്കേണ്ടി വരാറുമുണ്ട്. നിങ്ങളെപ്പോലുള്ള, നിങ്ങളുടെ ഭാര്യമാരെ പോലുള്ള VIP-കളുടെയും VVIP-കളുടെയും കോടീശ്വരന്മാരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത്. പാവപ്പെട്ടവർക്ക് ഈ പദ്ധതി ഒരു അനുഗ്രഹമാണ്. അത് എത്രത്തോളം അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. മനസ്സിലാകണമെങ്കിൽ പാവപ്പെട്ടവരെ കാണാനുള്ള കൃത്യമായിട്ടുള്ള കാഴ്ച കണ്ണിനുണ്ടാവണം. അതിനുള്ള പവർ ആ വെക്കുന്ന കണ്ണടക്കെങ്കിലും ഉണ്ടാവണം. മനസ്സിലായോ? കഴുത തൊപ്പിയും വെച്ച് നടക്കുക മനുഷ്യരെ ചിരിപ്പിക്കാൻ. പാവങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളാണെന്നും പറഞ്ഞ് ഇന്നോവ ക്രിസ്റ്റയിൽ മൂലം ഉറപ്പിച്ചു വെച്ച് പറക്കുന്നവർക്കൊന്നും അത് മനസ്സിലാവത്തില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ആശാവർക്കർമാർക്ക് 3000 രൂപ കൊടുത്തപ്പോഴും അവർക്ക് പരിഹാസമായിരുന്നു. 21,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും ആർക്ക്, ആശാവർക്കർമാർക്ക് എന്ന് പറഞ്ഞത്, അതും നിങ്ങൾ ചുരുങ്ങിയ ഒരു പണം കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കും. നിങ്ങളെ കൊണ്ട് അന്തരീക്ഷത്തിൽ കേരളയിലുണ്ടാക്കി അതിൽ നടന്ന അപ്പക്കച്ചവടം ചെയ്യാനല്ലേ കഴിഞ്ഞുള്ളൂ. ആകാശ ട്രെയിൻ ഓടിക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. 39 ട്രെയിൻ മേൽപോട്ടും 39 ട്രെയിൻ കീഴ്പോട്ടും. അല്ല, തോൽവികള് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. പക്ഷെ തോറ്റിട്ട് വീണ്ടും ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇത് മാത്രമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന് ആദ്യം കാണുന്ന കാര്യത്തെ കണ്ണു അടച്ചങ്ങ് വിമർശിക്കണം. എന്തൊരു കൃത്യനിഷ്ഠത! ഒടുക്കത്തെ പോക്കിനുള്ള അജണ്ടയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും മിത്തപ്പൻ സഹായിച്ച ഒറ്റ എണ്ണത്തിനുമില്ല. എന്തായാലും ഗോവിന്ദൻ ഉറങ്ങാത്ത രാത്രികളാണ് ഇനിയും വരാൻ പോകുന്നത്. തിരിച്ചു വരാൻ ഒരു കാരണവശാലും സമ്മതിക്കൂല്ലെന്ന് സെക്രട്ടറി തന്നെ ശാഠ്യം പിടിച്ച പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യാനാ? ഏതായാലും വീണ്ടും 10 വർഷം മാസ്റ്റർ തന്നെ സെക്രട്ടറി ആയിട്ട് തുടരണം. അതാണ് കോൺഗ്രസിന്റെ ഐശ്വര്യം. അവരെങ്കിലും രക്ഷപ്പെടട്ടെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.